ദ ഇൻവിസിബിൾ ഫ്രണ്ട് ആൻഡ് ദ ലെസൺ ഓഫ് ട്രൂത്ത്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ റോഹൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. എനിക്ക് ഒരു ഇൻവിസിബിൾ ഫ്രണ്ട് ഉണ്ടല്ലോ, കേറ്റു. ആർക്കും അവനെ കാണാൻ പറ്റില്ല, പക്ഷെ എന്നും അവൻ എൻ്റെ കൂടെയുണ്ട്. ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് ടീച്ചർ മിസ്സിസ് ശർമ്മ പറഞ്ഞു, എല്ലാവരും ഒരു ഡ്രോയിങ് വരയ്ക്കൂ, നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രോയിങ് വരയ്ക്കൂ. റോഹൻ ചിന്തിച്ചു, എനിക്ക് കേറ്റു ഉണ്ടല്ലോ ചോദിക്കാൻ. അവൻ എനിക്ക് നല്ലൊരു ചിത്രം തന്നെ വരച്ചു തരും. അങ്ങനെ റോഹൻ ചിത്രം വരച്ചു. ടീച്ചർ, ദാ നോക്കൂ, ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ ഇൻവിസിബിൾ ഫ്രണ്ട് കേറ്റു കൂടി വരച്ച ചിത്രമാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് റോഹൻ. ഇത്ര മനോഹരമായിട്ട് നിനക്ക് വരയ്ക്കാൻ പറ്റുമോ? നീയാണോ അല്ലെങ്കിൽ കേറ്റു ആണോ ഇത് മുഴുവനും വരച്ചത്? എന്തായാലും കൊള്ളാം. അത് കേട്ടപ്പോൾ റോഹൻ ഒരു വിഷമം തോന്നി. എന്തിനാണ് ഞാൻ ടീച്ചറോട് കള്ളം പറഞ്ഞത്? കൂട്ടുകാരെ, ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ തോന്നാറില്ലേ? നമ്മളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുമ്പോൾ ഒരു കുറ്റബോധം തോന്നാറില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു കുറ്റബോധമാണ് റോഹനും തോന്നിയത്. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയോ? ശരിയല്ല ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതി അവൻ ടീച്ചറിനോട് സത്യം പറഞ്ഞു. ടീച്ചർ, കേറ്റു എൻ്റെ ഒരു ഇമാജിനേഷൻ ഫ്രണ്ട് മാത്രമാണ്. ഈ വരച്ചത് ഞാനാണ്. ഇത് എൻ്റെ കഴിവാണ്. നന്നായിരിക്കുന്നു റോഹൻ. നീ സത്യം പറയാൻ കാണിച്ചതിൻ്റെ മനസ്സാണ് ഏറ്റവും വലുത്. നന്നായിരിക്കുന്നു. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. നിന്റെ ജീവിതത്തിൽ മുഴുവനും ഇനി നീ സത്യം മാത്രമേ പറയുള്ളൂ. കാരണം കള്ളം പറഞ്ഞാൽ നിനക്ക് ഈ സന്ദർഭം എന്നും ഓർമ്മ വരും. കൂട്ടുകാരെ, ഇതേപോലത്തുള്ള കഥകൾ കേൾക്കാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.